ഭാര്യയുടെ വിവേഹേതര ബന്ധത്തിന്റെ പേരിൽ ഭർത്താവിന് നഷ്ടപരിഹാരം നൽകാനുള്ള കുടുംബ കോടതി ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. ഇത്തരം ബന്ധങ്ങൾ വിവാഹമോചനത്തിനല്ലാതെ നഷ്ടപരിഹാരത്തിന് കാരണമാകുന്നില്ലെന്നാണ് നിരീക്ഷണം. വിവേഹേതര ബന്ധത്തിന്റെ പേരിൽ ഭാര്യയ്ക്കോ ഭർത്താവിനോ ജീവിത പങ്കാളിയിൽ നിന്ന് നഷ്ടപരിഹാരം കിട്ടാൻ അർഹതയില്ലെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. അതേസമയം വിവാഹമോചനത്തിന് അത് മതിയായ കാരണമാകും. ആധുനിക കാലത്തെ നിയമങ്ങൾ ഭാര്യയുടെയോ ഭർത്താവിൻ്റെയോ വിശ്വസ്തതയുടെ ഉടമയായി പങ്കാളിയെ അംഗീകരിക്കുന്നില്ലെന്നും വൈവാഹിക തർക്കങ്ങൾ പരിഹരിക്കാനുള്ള മാർഗം വേറെയാണെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ, ജസ്റ്റിസ് MB സ്നേഹലത എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. ഭാര്യ ഒളിച്ചോടിപ്പോയതിന്റെ പേരിൽ ഭർത്താവിന് 4 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാനായിരുന്നു തിരുവനന്തപുരം കുടുംബ കോടതിയുടെ ഉത്തരവ്. ഭർത്താവിനുണ്ടായ മനോവേദനയ്ക്കും മാനഹാനിക്കും നഷ്ടപരിഹാരം എന്ന നിലയിലായിരുന്നു വിധി. 2006 വിവാഹിതരായ ദമ്പതികളുടെ കേസിലായിരുന്നു തിരുവനന്തപുരം കുടുംബ കോടതിയുടെ ഉത്തരവ്. ഈ ഉത്തരവ് റദ്ദാക്കിയാണ് ഹൈക്കോടതി വിധി വന്നിരിക്കുന്നത്. വിവാഹത്തിന് 6 വർഷങ്ങൾക്ക് ശേഷം പണവും സ്വർണ്ണാഭരണങ്ങളുമായി ഭാര്യ വീട് വിട്ടുപോയി എന്നായിരുന്നു ഭർത്താവിന്റെ ആരോപണം. നഷ്ടപരിഹാരമായി 20 ലക്ഷം രൂപയും നഷ്ടപ്പെട്ട പണവും സ്വർണവും തിരികെ വേണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. ഇതേ തുടർന്നാണ് 4 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാൻ കുടുംബ കോടതി ഉത്തരവിട്ടിരുന്നത്. ഈ ഉത്തരവ് ചോദ്യം ചെയ്തുള്ള ഹർജിയിലാണ് ഡിവിഷൻ ബെഞ്ചിന്റെ നിരീക്ഷണങ്ങൾ. കുടുംബ കോടതി വിധിക്കെതിരെ ഭാര്യയും പങ്കാളിയും നൽകിയ അപ്പീൽ കോടതി അനുവദിച്ചു. ഇത്തരം മാനക്കേടിനും മനോവ്യഥയ്ക്കും നഷ്ടപരിഹാരം നൽകാൻ നിയമത്തിൽ വ്യവസ്ഥയില്ലെന്ന് കോടതി വ്യക്തമാക്കി. വ്യക്തി നിയമങ്ങളിൽ അധിഷ്ഠിതമായി സിവിൽ കരാർ പ്രകാരമുള്ള പവിത്രമായ ബന്ധമായാണ് ഇന്ത്യൻ നിയമങ്ങൾ വിവാഹത്തെ കണക്കാക്കുന്നത്. അതിന്റെ പേരിൽ പങ്കാളിയുടെ പെരുമാറ്റത്തിനുമേൽ ഉടമസ്ഥത ലഭിക്കില്ല. വിവേഹേതര ബന്ധത്തിന്റെ പേരിൽ സാമ്പത്തിക ബാധ്യത ചുമത്താതെ വിവാഹമോചനം പോലെ പരിഹാരം നിർദ്ദേശിക്കുന്നതിന്റെ ലക്ഷ്യം തന്നെ പങ്കാളിയുടെ അന്തസ്സും സ്വാതന്ത്ര്യവും അംഗീകരിക്കുക എന്നതാണ്. നഷ്ടപരിഹാര ക്ലെയിം അംഗീകരിച്ചാൽ പങ്കാളിയുടെ വിശ്വസ്തത ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ഭർത്താവിന് അവകാശപ്പെട്ടതാണെന്ന ചിന്ത ശക്തിപ്പെടുമെന്നും കോടതി പറഞ്ഞു. വിവാഹേതര ബന്ധം അധാർമികമാണെങ്കിലും ക്രിമിനൽ കുറ്റമല്ലെന്ന് കോടതി വ്യക്തമാക്കി. വിവാഹത്തിലെ വിശ്വാസ്യതയുടെ ലംഘനം എന്ന നിലയിൽ ജീവിത പങ്കാളികൾ തമ്മിലുള്ള സ്വകാര്യ പ്രശ്നമാണത്. സാമൂഹിക നിയമവ്യവസ്ഥകളിൽ കാര്യമായ മാറ്റം വന്നതോടെ ഇന്ത്യ ഉൾപ്പെട്ട രാജ്യങ്ങളിൽ ഇന്നത് നഷ്ടപരിഹാരത്തിന് കാരണമായി അംഗീകരിക്കപ്പെടുന്നില്ല. വിവാഹം എന്നത് സിവിൽ കരാറാണെന്നും പങ്കാളിയുടെ സ്വഭാവവുമായി അതിനെ ബന്ധപ്പെടുത്തി സ്വത്തവകാശത്തിന് അർഹതയില്ലെന്നും ഉത്തരവിൽ പറയുന്നുണ്ട്.